എന്തൊരു ഗൗരവമാണ്! പരിശുദ്ധമായ മിനായിൽ നിൽക്കുമ്പോഴാണ് മഹാനായ സാലിം ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. ആരാണ് സാലിം എന്നവര്? ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പേരക്കുട്ടി, ഉമർ ഇബ്നുൽ ഖത്താബ് എന്നവരുടെ റളിയല്ലാഹു അൻഹുവിന്റെ പേരക്കുട്ടി. ഉമർ തങ്ങളുടെ മകൻ അബ്ദുല്ലാഹി എന്നവര് സ്വഹാബിയാണ്, മുത്തബിഉസ് സുന്ന, വാപ്പ സ്വഹാബിയാണ്. ആ അബ്ദുല്ലാഹി തങ്ങൾ എന്ന ഉമർ തങ്ങളുടെ മകന്റെ മകനാണ് സാലിം ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു. മക്കയിൽ പരിശുദ്ധമായ ഹജ്ജിന്റെ ഭാഗമായിട്ട് മിനയിലെത്തിയപ്പോ അവിടെ തിക്കും തിരക്കുമുണ്ടായി. ഹജ്ജിനൊക്കെ പോകുമ്പോ തിക്കും തിരക്കും കാണും, നന്നായിട്ട് വിഷമമുണ്ടാവും. എത്ര 5 സ്റ്റാർ ഹജ്ജിന് പോയിട്ടും കാര്യമില്ല, എന്ത് ചെയ്യും? കുറെ വിഷമങ്ങൾ ഉണ്ടാവും. തിക്കലും തിരക്കലും, ചെരുപ്പ് പോലും, പേഴ്സ് നഷ്ടപ്പെടലും, ബത്താക്ക പോകലും ഒക്കെ ഉണ്ടാവും. പല വിഷമങ്ങളും ഉണ്ടാവും. മീനായിൽ തിക്കും തിരക്കുമായപ്പോ അക്കൂട്ടത്തിൽപ്പെട്ട ഒരാൾ മഹാനായ സാലിം റളിയല്ലാഹു അൻഹു എന്ന അള്ളാഹുവിന്റെ റസൂലിന്റെ തൊട്ട് കാലത്തോട് ജീവിച്ച താബിഈയായ മഹാനായ സാലിം എന്നവരുടെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, ഇന്നി ലഅറാക റജുല സൂഇൻ. സാലിം എന്ന മഹാനോട് പേര് പോലും അറിയില്ല. മനുഷ്യ, നിങ്ങൾ വളരെ മോശപ്പെട്ട മനുഷ്യനാണല്ലോ എന്ന് സാലിം എന്നവരെ ആരോ തിരക്കിയതാണ്. ആ തിരക്കിൽ മഹാനവറുകൾ ഇയാളുടെ ദേഹത്തേക്ക് വന്നു. അപ്പോ എന്തൊരു മോശമായ ആളെന്ന് മഹാനായ അള്ളാഹുവിന്റെ ഹബീബിന്റെ താബിഈകളിലെ പ്രമുഖനായ സാലിം റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ പറഞ്ഞപ്പോ മഹാനായ സാലിം എന്നവരെ ആ മനുഷ്യനോട് പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? മറുപടി പറഞ്ഞതറിയോ? വല്ലാഹി മാ അറഫനി ഇല്ലാ അൻത. എന്നെ ശരിക്കും മനസ്സിലാക്കിയത് നിങ്ങൾ മാത്രമാണ് എന്ന് മഹാനവറുകൾ ഇതിന് മറുപടി കൊടുത്തു. ഞാൻ മോശക്കാരൻ എന്നല്ലേ പറഞ്ഞത്, എന്നെ ശരിക്കും മനസ്സിലാക്കിയത് നിങ്ങൾ തന്നെയാണ്. അങ്ങനെയാ. വിവരമില്ലാന്നോ, ഇൽമില്ലാന്നോ, തഖ്വയില്ലാന്നോ പറഞ്ഞു ആയിക്കോട്ടെ, ആ പറഞ്ഞ ആൾ തന്നെയാണ് ഞാൻ. ഇൽമില്ല, തഖ്വയില്ല, ആയിക്കോട്ടെ, അങ്ങനെയാണ്. അങ്ങനെയാണ് നമ്മൾ നമ്മളെ പറ്റി ചിന്തിക്കേണ്ടതെന്ന്. വല്ലാഹി മാ അറഫനി ഇല്ലാ അൻത. എന്നെ നിനക്കല്ലാതെ മറ്റാർക്കും മനസ്സിലായിട്ടില്ല. മഹാനായ അബ്ദുല്ലാഹി മുബാറക് എന്നവരെ അതുപോലെ മക്കയിലൊരു സ്ഥലത്ത് വെച്ചിട്ട് ഒരാൾ മുഖത്ത് നോക്കിയിട്ട് യാ മുറായി, ജനങ്ങൾ കാണാൻ വേണ്ടി ചെയ്യുന്ന ആളെ എന്ന് മുഖത്ത് നോക്കി വിളിച്ചപ്പോ മഹാനവറുകൾ കൊടുത്ത മറുപടിയും ഇതുപോലെയായിരുന്നു. എന്റെ നാട്ടുകാര് മറന്നുപോയ പേര് ഓർത്തെടുത്ത് പറഞ്ഞു തന്നവനെ, നിനക്ക് നന്ദി. എന്റെ ശരിയായ പേര് അതന്നെയാണ്. മുറായി എന്നാണ് ജനങ്ങളെ കാണിക്കുന്നവൻ. അതല്ലേ നിങ്ങൾ എന്നെ പറ്റി വിളിച്ചത്? ആ പേര് എന്റെ നാട്ടുകാര് മറന്നിട്ട് കുറെ കാലമായിട്ടുണ്ട്. അത് ഓർമ്മിപ്പിച്ചു തന്നില്ലേ നിങ്ങൾക്ക്? നിങ്ങൾ എന്നെ ഓർമ്മിപ്പിച്ചില്ലേ എന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു. അതൊക്കെ വല്ലാത്തൊരു വിനയമാണ്, വല്ലാത്തൊരു താഴ്മയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ നിന്നും കണ്ടുപിടിച്ച മഹത്തുക്കളാണിതൊക്കെ. അവിടെ അയാൾക്ക് സഹായം ലഭിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഇനി അള്ളാന്റെ സഹായം ഉണ്ടാവില്ല. നിങ്ങൾ എന്നത് കൈകാര്യം ചെയ്തില്ല, ഇനി അള്ളാന്റെ സഹായം ഉണ്ടാവില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അള്ളാന്റെ ഹബീബിനെ ചീത്ത പറഞ്ഞിട്ട് ഖുറൈശികൾ ഇങ്ങനെ തെറി പറയുമ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി തങ്ങളും ഉണ്ടവിടെ. മിണ്ടാതെ ഒന്നും മറുപടി പറയാതെ സിദ്ദീഖ് എന്നവരിങ്ങനെ നിന്നപ്പോ അള്ളാഹുവിന്റെ റസൂലിനെ ചീത്ത പറയുന്നത് കേട്ട് സഹിക്കാൻ പറ്റാതെയായി സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇതിന് മറുപടി കൊടുക്കാൻ വേണ്ടി തുടങ്ങി. നബി തങ്ങൾ അവിടെ നിന്ന് എഴുന്നേറ്റ്, ദുൽമ ചെയ്യുന്നവൻ ദുൽമ ചെയ്ത് അങ്ങോട്ട് തോറ്റുപോകുക എന്നല്ലാതെ. സൈനുൽ ആബിദീൻ റളിയല്ലാഹു തആല അൻഹുവിനെ ഒരാളിങ്ങനെ പിന്നാലെ കൂടി ചീത്ത പറയുമ്പോ മഹാനായ അലി ഇബ്നുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു ആണ് നബിയുടെ പരമ്പരയിൽ വരുന്ന മഹാൻ. അലി സൈനുൽ ആബിദീൻ എന്നവരെ ചീത്ത പറഞ്ഞ് നടന്നു വരുമ്പോ പിന്നാലെ കൂടി ഇങ്ങനെ ചീത്ത പറയാണ്. നടന്ന് മദീനയിലെത്തുമ്പോ മഹാനവറുകൾ പറഞ്ഞു, അല്ല സഹോദരാ, നിങ്ങൾക്കിനി എന്തെങ്കിലും എന്നോട് പറയാൻ ബാക്കിയുണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞോളൂ. ഞാൻ എന്റെ നാട്ടിലേക്ക് കടക്കുകയായി. അവിടെ കടന്നാൽ പിന്നെ നാട്ടുകാർ കേട്ടാൽ നിങ്ങളെ അവരെ അടിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് പറയാനുള്ളത് മുഴുവൻ അവിടെ നിന്ന് പറഞ്ഞു തീർത്തോളൂ എന്ന് പറഞ്ഞ് നിന്നുകൊടുത്തു. പറഞ്ഞു, നിങ്ങൾക്ക് വല്ല സഹായം ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു. വല്ല എന്തെങ്കിലും സഹായം, പൈസ എന്തെങ്കിലും വേണോ, ബുദ്ധിമുട്ടുണ്ടോ? അതിൽ അദ്ദേഹം വീണുപോയി. അങ്ങനെ തങ്ങന്മാർ സയ്യിദന്മാരിൽപ്പെട്ട മഹാനാണ് അലി സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു. നിങ്ങൾ കണ്ടിട്ടില്ലേ മഹാനായ പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ?
മഹാനായ ഹൈദർലി ശിഹാബ് തങ്ങൾ, പാണക്കാട് കുടുംബം, എന്തൊക്കെ ആളുകൾ ഇനി വിവരമില്ലാത്ത ജാഹിലീങ്ങൾ എന്ത് പറഞ്ഞാലും ആ സയ്യിദന്മാരുടെ നാവിലൂടെ അവരുടെ ശത്രുക്കൾക്കെതിരെ എന്തെങ്കിലും ഒരു വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ജീവിതത്തിൽ? മഹാനായ മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അവരുടെ ജീവിതകാലം നമ്മൾ കണ്ടവരല്ലേ? തങ്ങൾ എവിടെയെങ്കിലും ഒരു മറുപടി പറഞ്ഞിട്ടുണ്ടോ? പുഞ്ചിരിയല്ലാതെ എന്തെല്ലാം പറഞ്ഞു ആൾക്കാരെ മഹാനെ പറ്റി വരെ. കുരുത്തക്കേട് വാങ്ങിച്ചു പോയില്ല. പാണക്കാട് കുടുംബത്തോട് മനസ്സിൽ വെറുപ്പ് കുടിപ്പക കൊണ്ടു നടക്കുന്ന എത്ര സാധുക്കളുണ്ട്, വിവരമില്ലാത്തവരെ എത്ര ആളുകളുണ്ട്. ആ മഹാന്മാർ എന്തെങ്കിലും മറുപടി പറയാറുണ്ടോ? ഇല്ല. അത് ഹബീബിന്റെ ചോരയുടെ ഒരു പ്രത്യേകതയാണ്. ഹബീബിന്റെ ചോര ശരീരത്തിൽ ഓടുന്നതിന്റെ പ്രത്യേകതയാണ്. അലി സൈനുൽ ആബിദീൻ തങ്ങൾ കൊടുത്ത മറുപടി അതാണ്. എന്തെങ്കിലും പറയാനാണ് ഇപ്പൊ പറഞ്ഞേക്കണം, ഞാൻ എന്റെ മഹലിലേക്ക് കടക്കാണ്, നിങ്ങൾ എന്നെങ്ങനെ ചീത്ത പറയുന്ന നാട്ടുകാരെ കേട്ടാലേ അവർ നിങ്ങൾ അടിക്കും, അതെനിക്ക് വിഷമമുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് പറയാനുള്ളത് മൊത്തം ഇപ്പൊ പറഞ്ഞോളൂ എന്ന് നിന്ന് കൊടുത്തിട്ട് എല്ലാം പറഞ്ഞു തീർന്നിട്ട് വല്ല സഹായം ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോഴാ ആ മനുഷ്യൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് വീണ് പറഞ്ഞത്, എനിക്ക് മാപ്പ് തരണം, മാപ്പ് തരണം, മാപ്പ് തരണം, മാപ്പ് തരണം യാ അല്ലാഹ്. ഹസൻ ഇബ്നു ഹസൻ എന്നവരും അലി ഇബ്നുൽ ഹുസൈൻ എന്നവരും ഇതേ പറഞ്ഞ സൈനുൽ ആബിദീൻ തങ്ങളെ അവര് തമ്മിൽ ചെറിയൊരു കശപിശ ഉണ്ടായിരുന്നു. ഹസൻ ഇബ്നു ഹസൻ തന്റെ ബന്ധുവാണ്, സയ്യിദ് കുടുംബമാണ്. മഹാനായ സൈനുൽ ആബിദീൻ തങ്ങളോട്, സയ്യിദായ സൈനുൽ ആബിദീൻ തങ്ങളോട് ചെറിയ എന്തോ ഒരു വെറുപ്പുണ്ടായപ്പോ സൈനുൽ ആബിദീൻ തങ്ങൾ ഇരിക്കുന്ന മജ്ലിസിൽ വന്ന് ഹസൻ ഇബ്നു ഹസൻ എന്നവർ വന്നിട്ട് വല്ലാതെ ചീത്ത പറഞ്ഞപ്പോ മഹാനവറുകൾ മാ തറക സബ്ബൻ വലാ ശത്മൻ ഇല്ലാ ഖാല, തന്റെ പ്രതിയോഗി ഹസൻ ഇബ്നു ഹസൻ എന്നവര് സൈനുൽ ആബിദീൻ തങ്ങളോട് പറയേണ്ടതെല്ലാം പറഞ്ഞപ്പോ മഹാനായ സൈനുൽ ആബിദീൻ തങ്ങൾ ഒന്നും പറയാതെ മിണ്ടാതെ അവിടെ നിന്നു. അങ്ങനെ സദസ്സൊക്കെ പിരിഞ്ഞുപോയി. രാത്രി ഹസൻ ഇബ്നു ഹസൻ എന്നവരുടെ തന്നെ ചീത്ത പറഞ്ഞ ആൾ അവരുടെ വീട്ടിൽ ചെന്നിട്ട് വാതിൽക്കൽ മുട്ടുകയാണ്. അപ്പൊ തുറന്നു കൊടുത്തു. ആരാ? ഞാൻ സൈനുൽ ആബിദീനാണ്. എന്തേ? ഒന്നുമില്ല, നിങ്ങൾ എന്നെ ഒരുപാട് കുറ്റം പറഞ്ഞില്ലേ, ആ കുറ്റമൊക്കെ എന്നിലുണ്ടെങ്കിൽ അള്ളാഹു എനിക്ക് പുറത്തു തരട്ടെ. ആ കുറ്റം എന്നിലില്ല, നിങ്ങൾ വെറുതെ പറഞ്ഞതാണെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരട്ടെ, ഞാൻ അത് പറയാൻ വന്നതാണ്. സുബ്ഹാനല്ലാഹ്. ഇതാണ് നുബുവത്തിന്റെ സ്വഭാവം, ഇതാണ് സംശുദ്ധമായ ഹൃദയത്തിന്റെ സ്വഭാവം. നിങ്ങൾ എന്നോട് പറഞ്ഞത് ഇൻ കുൻത സ്വാദിഖൻ ഫീമാ ഖുൽത ലീ ഫഗഫറല്ലാഹു ലീ, എന്റെ മോശത്തരങ്ങള്, എന്റെ ന്യൂനതകള്, എന്റെ കുറ്റവും കുറവും എന്നെ ആക്ഷേപിച്ചുകൊണ്ട് പറഞ്ഞ വിഷയങ്ങൾ എന്നിലുണ്ടെങ്കിൽ അള്ളാഹു എനിക്ക് പുറത്തു തരട്ടെ. അതില്ലെങ്കിൽ നിങ്ങൾ അതൊക്കെ വെറുതെ എന്നെപ്പറ്റി പറഞ്ഞില്ലേ, അത് അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരട്ടെ. ഇത് പറഞ്ഞപ്പോ പിന്നാലെ വന്നിട്ട് ഹസൻ ഇബ്നു ഹസൻ എന്നവര് മാപ്പ് ചോദിച്ചു കരയാൻ തുടങ്ങി. മഹാനായ സൈനുൽ ആബിദീൻ നിങ്ങളുടെ മറുപടി വഅൻത ഫീ ഹില്ലിൻ മിമ്മാ ഖുൽത ലീ, നിങ്ങൾ എന്നെപ്പറ്റി എന്ത് പറഞ്ഞോ അതെല്ലാം നിങ്ങൾക്ക് ഞാൻ മാപ്പ് തന്നിരിക്കുന്നു എന്ന് മഹാനവറുകൾ തിരിച്ചു മറുപടി കൊടുത്തു. എല്ലാം മാപ്പ് തന്നു, എല്ലാം പൊരുത്തപ്പെട്ട് തീർന്നു. എത്ര വിഷമങ്ങൾ ഉണ്ടാകും ഈ ലോകത്ത് ജീവിക്കുമ്പോൾ, എത്ര അധികം വിഷമമുള്ളത് കേൾക്കേണ്ടി വരും. പുറത്തു കൊടുക്കുക, എന്തൊരു കൂലിയായിരിക്കും കിട്ടുക. അതിനൊക്കെ വലിയ സൗഭാഗ്യം വേണം മുഅ്മിനെ. അള്ളാഹു നമുക്ക് എല്ലാവർക്കും അങ്ങനെയുള്ളൊരു വിശാലമായ ഹൃദയം അള്ളാഹു നൽകട്ടെ. അള്ളാഹു നമ്മുടെ ഹൃദയം ശുദ്ധമാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. صلوا على النبي محمد وآله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹളറത്തിലേക്ക് എത്തും. അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ, അവിടുത്തെ അള്ളാഹു സന്തോഷിപ്പിക്കട്ടെ.